നമ്മൾ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും പ്രോബ്ലംസും ആണ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഇന്ന് ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിനകത്തുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം അത് എക്സാമിന് ചോദിച്ചുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, അതിനകത്ത് 2020 ഇംപ്രൂവ്മെന്റ് ചോദിച്ച ക്വസ്റ്റ്യാണ്. ഒരു ടേബിൾ ആണ് ചോദിച്ചത്. ഇത് കാണാം. അതിൽ ഒരു സൈഡ് പറയുന്നത് സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് ആർ. അപ്പം നമ്മൾ ഡിസ്ക് ആണ്. അതിന്റെ തൊട്ടിപ്പുറത്ത് ആക്സ് പറയുന്നു പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക് അറ്റ് സെന്റർ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? നമ്മൾ ഡിസ്കിൽ 3 കേസ് പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? ഒന്ന്, ഡിസ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെന്ററിൽ കൂടെ കടന്നു പോകുന്നത്. അതിന്റെ എത്ര പഠിച്ചത്? mr²/2. അപ്പൊ ഫസ്റ്റ് ആൻസർ എത്ര? mr²/2. ഡിസ്കിന്റെ കൂടെ 2 കൂടെ പഠിച്ചു. അതും കൂടെ പഠിച്ചു പോവുക. ഒന്ന് ഡയമീറ്റർ പഠിച്ചു, പിന്നെ ടാൻജന്റ് പഠിച്ചു. ഡയമീറ്റർ എന്താ പഠിച്ചത്? mr²/4 ആ പഠിച്ചത് ഡിസ്കില്. ടാൻജന്റ് എന്താ പഠിച്ചത്? 5mr²/4 ആ പഠിച്ചത്. കഴിഞ്ഞു, ഡിസ്ക് കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ പഠിച്ചു പോയാൽ ഫുള്ളായി. അതിന്റെ ഡെറിവേഷൻ പഠിച്ചു പോയാൽ ഡിസ്കിന്റെ അത് രണ്ടിലും ഡെറിവേഷൻ ചോദിക്കും. ഇപ്പം ഒന്നാമതായി. രണ്ടാമത്തെ എന്താ? തിൻ സർക്കുലർ റിംഗ് ആണ്, റേഡിയസ് 6 ആണ്. അതിൽ ആക്സിസ് പറയുന്നില്ല, പക്ഷെ വാല്യൂ പറയുന്നു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയെന്ന് പറയുന്നുണ്ട്? mr²/2 എന്ന് പറയുന്നുണ്ട്. mr²/2 എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും? നമ്മൾ ഡിസ്കിനും പഠിച്ച 3 കേസ് പഠിച്ചേ. എന്താ കേസാ പഠിച്ച? ഫസ്റ്റ് കേസ് ഡിസ്കിന്റെ സെന്ററിൽ കൂടെ കടന്നു പോകുന്നു. ഡിസ്കിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്നു. ഡിസ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ പാസിംഗ് ത്രൂ സെന്റർ. അത് mr². ഡയമീറ്റർ ആണെങ്കിൽ mr²/2. ടാൻജന്റ് ആണെങ്കിൽ 3/2 mr². ഇവിടെ mr²/2 അല്ലേ? അപ്പൊ ആരാ? ഡയമീറ്റർ. ആക്സ് ആരാണ്? ഡയമീറ്റർ. രണ്ടാമത്തെ ആൻസർ ആയി. തിൻ റോഡ് പെർപെൻഡിക്കുലർ ടു ദ റോഡ് അറ്റ് മിഡ് പോയിന്റ്. മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോകുന്നു. അതെന്താ പഠിച്ചത്? ml²/12 എന്നാ പഠിച്ചത്. ml²/12. അടുത്ത് ഏതെന്ന് പറയുന്നില്ല, ആക്സ് പറയുന്നു പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അറ്റ് സെന്റർ. പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെന്ററിൽ കൂടെ കടന്നു പോകുന്നു. ആൻസർ എത്ര? mr². mr² കാണുമ്പോഴേ മനസ്സിലാവും അത് ആരാണ്? റിംഗ് ആണ്. വേറൊരാൾക്കും mr² ഉണ്ട്. ആർക്കുണ്ട്? സിലിണ്ടർ, ഹോളോ സിലിണ്ടർ ഉണ്ട്. പക്ഷെ അതെന്തല്ല, ഈ പെർപെൻഡിക്കുലർ അല്ല. പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ പാസിംഗ് ത്രൂ സെന്റർ എന്ന് പറഞ്ഞ റിംഗ് ആണ്. അപ്പൊ എത്ര? mr². അപ്പൊ എത്ര? 4 എണ്ണം 2 മാർക്കാണ്. ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞു ആ ടേബിൾ ഫുൾ ആയിട്ട് പഠിക്കാൻ ഞാൻ പറഞ്ഞു. ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈസി ആയിട്ട് ചോദിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 2020 ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ എവരി പാർട്ടിക്കിൾ ഓഫ് ബോഡി ഹാസ് ദ സെയിം ആംഗുലാർ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. സ്റ്റേറ്റ് വെദർ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഞാൻ എടുത്തു പറഞ്ഞതാണ്, റൊട്ടേഷണൽ മോഷനിൽ എന്താ പ്രത്യേകത? ലീനിയർ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ആംഗുലാർ വെലോസിറ്റി എല്ലാവർക്കും സെയിം ആയിരിക്കും. അപ്പൊ എന്താണ് സ്റ്റേറ്റ്മെന്റ്? ട്രൂ, കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അത് ഇംപ്രൂവ്മെന്റ് 2020 ചോദിച്ചാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ടോ ഈസ് ഈക്വൽ ടു dl/dt. ടോ ഈസ് ഈക്വൽ ടു dl/dt. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോണേ, ലാസ്റ്റ് വീഡിയോസ് നോക്കാം. ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. dl/dt പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അടുത്ത തന്നെ ബി പാർട്ട് എന്താ? സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം സ്റ്റേറ്റ് ചെയ്യണം. എന്താണ് ആംഗുലാർ മൊമെന്റം പറയുന്നത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ടോർക്ക് ആക്ട് ചെയ്തില്ല എങ്കിൽ ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്തായിരിക്കും? പുറത്തു നിന്ന് ടോർക്ക് ആക്ട് ചെയ്തില്ല എങ്കിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്യില്ല? മാറുന്നില്ല എന്നാണ് ആര് പറഞ്ഞ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ ആംഗുലാർ മൊമെന്റം പറഞ്ഞത്. അത്രേ ഉള്ളൂ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി. അടുത്തെന്താ? റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ മോഷൻ ഇൻ വിച്ച് ആംഗുലാർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്. ഞാൻ കുറെ എക്സാമ്പിൾ പറഞ്ഞു. ഒന്ന് അക്രോബാറ്റ് പറഞ്ഞു, ഡൈവർ പറഞ്ഞു. അക്രോബാറ്റ്, ഡൈവർ. ഇവിടെ ഒരു എക്സാമ്പിൾ മതി. ഒന്ന് അക്രോബാറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡൈവർ ചെയ്ത. ഞാൻ എൻ്റെ എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. നമുക്ക് ഈ ക്ലാസിക്കൽ ഡാൻസസ് ഒക്കെ പറയാം. ക്ലാസിക്കൽ ഡാൻസസ് ഒക്കെ ഈ കേസ് പറയാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത 2020 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഞാൻ 2 അനലോഗ് എടുത്തു പറഞ്ഞതാണ്. ഒന്ന് റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ഇനർഷ്യ എന്ന് പറഞ്ഞു. റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു ടോർക്ക് എന്ന് പറഞ്ഞു. എന്താണ് ടോർക്ക്? ഈ വർഷത്തിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് ചോദിക്കും. റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ഇനർഷ്യ,
റൊട്ടേഷൻ അലോഗ് ഓഫ് എന്താണ് ഫോഴ്സ്, അതെന്താണ് ടോർക്ക്. ഇതാണ് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഒരു ടേബിൾ വരച്ച് രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർത്തിരിക്കുക. എന്തിന് പകരം എന്ത് ഉപയോഗിക്കുന്നു എന്ന് പഠിച്ചിരിക്കുക. റൊട്ടേഷൻ അലോഗ് ഓഫ് ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി, ബാക്കിയുള്ള ആംഗുലാർ ചേർത്ത് പറഞ്ഞാൽ മതി. റൊട്ടേഷൻ അലോഗ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. റൊട്ടേഷൻ അലോഗ് ഓഫ് ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലേഷൻ. അടുത്ത് റൊട്ടേഷൻ അലോഗ് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം. അതൊക്കെ ആംഗുലാർ ചേർത്ത് പറഞ്ഞാൽ മതി. ഈ ആംഗുലാർ ഇല്ലാത്ത രണ്ട് പേരാണ് ആരൊക്കെ പറഞ്ഞാൽ, ഒന്ന് റൊട്ടേഷൻ അലോഗ് ഓഫ് മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യയും, അടുത്ത റൊട്ടേഷൻ അലോഗ് ഓഫ് ഫോഴ്സ് എന്താണ് ടോർക്ക്. ഇത് രണ്ടും ഓർത്തിരിക്കുക, ബാക്കിയെല്ലാം ആംഗുലാർ ചേർത്ത് പറഞ്ഞാൽ മതി, ഓർക്ക് എളുപ്പമാണ്. ഇത് രണ്ടും മറന്നു പോകില്ല. ഓക്കെ, അടുത്ത 2020 ചോദിച്ച പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം പറയുന്നതാണ്, എ കോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് വൗണ്ട് റൗണ്ട് ദ റിം ഓഫ് എ ഫ്ലൈ വീൽ. നമ്മൾ ഫ്ലൈ വീൽ എന്ന് കേട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക് ഫ്ലൈ മൗണ്ടഡ് ഓൺ എ ഹൊറിസോണ്ടൽ ആക്സിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഫ്ലൈ വീല് ഇങ്ങനെ ഒരു ഫ്ലൈ വീല് എത്രയാണ്, സോറി ഫ്ലൈ വീല് റിംഗ് അല്ല ഡിസ്ക് ആണ് ഫ്ലൈ വീല്. അവിടെ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ ഒരു നൂല് എന്ത് ചെയ്യുന്നു, ഇത് എവിടെ നിന്ന് താഴേക്കുള്ളു. ആ നൂലിന്റെ മാസ് ഒന്നും പറയുന്നില്ല, മാസ് നെഗ്ലിജിബിൾ എന്ന്, മാസ് ഇല്ല എന്ന് പറയുന്നു. ഇതിനുള്ള ഫോഴ്സ് എത്രയെന്ന് പറയുന്നുണ്ട്, 25 ന്യൂട്ടൺ എന്ന് ഫിഗറിലുണ്ട്. ഇതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, എത്രയെന്ന് പറയുന്നു, റേഡിയസ് 20 സെന്റിമീറ്റർ എന്ന് പറയുന്നു. മാസ് എത്രയെന്ന് പറയുന്നു, 20 kg എന്ന് പറയുന്നു. ഇത്രയും ഫിഗറിലുണ്ട്. ഫിഗറിൽ റേഡിയസ് ഉണ്ട്, മാസ് ഉണ്ട്, ഫോഴ്സ് ഉണ്ട്. നിങ്ങൾ ആ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക് എന്ന് ഓർത്തിരിക്കുക. അവിടെ എന്ത് പറയുന്നുണ്ട്, calculate the angular acceleration of wheel if steady pull of 25 Newton is applied on the cord. Moment of inertia of flywheel about its axis mr²/2. അപ്പോൾ എന്ത് കാണണം, ആംഗുലാർ ആക്സിലേഷൻ കാണണം. എന്ത് കാണണം, ആൽഫ കാണണം. എങ്ങനെ എടുത്ത് എഴുതുക, ആൽഫ കാണണം. എന്ത് പറയുന്നുണ്ട്, ഇഫ് സ്റ്റഡി പുൾ ഓഫ്, അതായത് ഈ ഫ്ലൈ വീൽ ഈ ഡിസ്കില് ഒരു നൂല് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേന്, ഈ നൂലിൽ ഇങ്ങനെ താഴോട്ട് വലിക്കുന്ന ഫോഴ്സ് ആണ് എത്രയെന്ന് പറഞ്ഞാൽ 25 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ. ഈ ഡിസ്കിന്റെ റേഡിയസും ഉണ്ട്, മാസും ഉണ്ട്. നമുക്ക് എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ടോയാണ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം, ടോ ഇല്ല, സോറി, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആൽഫ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ പഠിച്ചതിൽ ആൽഫ എവിടെയാ പഠിച്ചത്, ആൽഫ ആംഗുലർ ആക്സിലേഷൻ എവിടെയാ പഠിച്ചത്. നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചു, ടോ ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചത്, ഐ ആൽഫ എന്ന് പഠിച്ചു. ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് പഠിച്ചു. ടോയ്ക്ക് വേറൊരു ഫോർമുലയും ഞാൻ പറഞ്ഞു തന്നു. ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നും പറഞ്ഞു തന്നു. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞു തന്നു. അതിൽ നോക്കിയോ, വ്യക്തമായി പറഞ്ഞാൽ ഇതാണ് ആർ, എല്ലാ ആറാണ്, ഇത് ആറാണ്, ഇത് എഫ് ആണ്. ഇടയ്ക്കുള്ള ആംഗിൾ എത്ര, 90. ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്, 90. അപ്പൊ എന്ത് എഴുതാം, ഈ ഇടയ്ക്കുള്ള ആംഗിൾ 90 വന്നാൽ പിന്നെ ഇതിലെങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നത്, ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതുന്നത്. ടോ രണ്ടിൽ കാണാം, ഒന്ന് ജനറൽ ഫോർമുല ആർ ക്രോസ് എഫ്, അത് ആർ എഫ് എന്താണ്, സൈൻ തീറ്റ എന്ന് പറയും. അടുത്തെന്താ അവിടെ, ഐ ആൽഫ, ഇത് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇതില് തീറ്റ എത്ര വരുന്നത്, അവിടെ തീറ്റ എത്ര, 90 അല്ലേ. അപ്പൊ എന്ത് കിട്ടും, ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് എന്ന് കിട്ടും. കാരണം എന്താ, സൈൻ 90 വാല്യൂ എത്രയുടെ 1. ഇത് നിങ്ങൾ എഴുതേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടാ. എപ്പോഴും നമ്മൾ പറഞ്ഞല്ല പെർപ്പനിക്കൽ ഡിസ്റ്റൻസ് എടുക്കുന്നത്, അതുകൊണ്ട് ഈ സൈൻ തീറ്റ എടുക്കാറേ ഇല്ല. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു എഫ് എന്ന് എടുത്താൽ മതി. എല്ലാ കേസിലും എന്തായിരിക്കും, തീറ്റ 90 ആയിരിക്കും. 90 എല്ലാ ആംഗിൾ തന്നിരിക്കും. അതുകൊണ്ട് ഈ സൈൻ തീറ്റ എഴുതേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, ആർ ഇൻറ്റു എഫ് എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം മതിയേ. ഈ ഇക്വേഷൻസ് ഞാൻ മനസ്സിലാക്കണം, എഴുതുക. രണ്ടിന്റെയും എന്ത് ഈക്വൽ ആണ്, രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റി, ഒരു സൈഡ് ഈക്വൽ ആണെങ്കിൽ മറ്റേ സൈഡ് ഇക്വേറ്റി. അപ്പൊ എന്ത് കിട്ടും, ഇവിടെ എന്താ ഉള്ളത്, ഐ ആൽഫ ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്, ആർ എഫ് ഉണ്ട്. ആൽഫയിലെ വേണ്ടത് ഐ ഡിവൈഡ് ആൽഫ ഈക്വൽ ടു ആർ എഫ് ഡിവൈഡ് ബൈ എന്താണ്, ഐ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മൾ റേഡിയസ് ക്യാപിറ്റൽ ആറാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു, ക്യാപിറ്റൽ ആറ് കൊടുക്കുകയാണ് കേട്ടാ. ക്വസ്റ്റ്യനിൽ അങ്ങനെ ആയതുകൊണ്ട് കൊടുക്കുക. നമ്മൾ പഠിച്ചത് സ്മോൾ ലെറ്റർ ആയതുകൊണ്ട് ഞാൻ 6 കൊടുത്തു കേട്ടോ. ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ലെറ്റർ ആയതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു, ക്യാപിറ്റൽ 6 കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ എന്തൊക്കെയുണ്ട്, ആറുണ്ട്, എഫ് ഉണ്ട്, പക്ഷെ ഐ ഇല്ല. പക്ഷെ ഐ കാണാൻ വേണ്ടി ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. ഐ എത്രയെന്ന് പറയുന്നു, mr² ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നു അല്ലേ. നമ്മൾ എം ഇല്ലേടേ 20, ആർ ഇല്ലേടേ 20 സെന്റിമീറ്റർ ആണ്. തെറ്റിക്കല്ലേ, 20 സെന്റിമീറ്റർ ആണ്. അതിനെ മീറ്റർ ആക്കണം. എങ്ങനെ മീറ്റർ ആക്കും, 20 സെന്റിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 20
ഇൻറ്റു 10⁻² കൊടുത്താൽ മതി. എന്താ 10⁻² എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 100. നമ്മൾ എന്താ ചെയ്യുന്നത്? സെന്റിമീറ്റർ മീറ്റർ ഒക്കെ എന്താ ചെയ്യും? ഡിവൈഡഡ് ബൈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ ഇനി +1 ആയി, നമ്മൾ ഇനി 100 കൊണ്ട് ഡിവൈഡ് ചെയ്യില്ല, പകരം എന്തോ കൊടുക്കും? 10⁻². കാരണം നമ്മൾ ഓർത്തിരിക്കേണ്ടത് 10² എന്ന് ഓർത്തിരിക്കുക. എന്താ 10²? 100. മൈനസ് എന്താ മീനിങ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. 10⁻². ഇപ്പൊ എന്തായി? 6 ആയി. എനിക്ക് 6 അല്ല വേണ്ടത്, 6ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എത്ര? 2. അപ്പൊ എത്ര ആയിട്ടോടെ? ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇതാ ഈ 2 വെച്ച് ഈ 20 കട്ട് ചെയ്തു. അപ്പൊ എത്ര? 10 ആയി. 10 ഇൻറ്റു ഈ സ്ക്വയർ 2 പേരും കൊടുക്കണേ. അത് 20ന്റെ സ്ക്വയർ എത്രയുടെ? 400. നിങ്ങള് കാൽക്കുലേറ്റർ ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി, ആൻസർ കിട്ടും. ഇൻറ്റു ഇവിടെ എത്ര? 10⁻² ദ ഹോൾ സ്ക്വയർ. എന്ത് കിട്ടൂടെ? a⁻m ദ ഹോൾ n. എന്താ കിട്ടുന്നത്? a⁻mn. അതുപോലെ ഇവിടെ എന്താ? 10⁻, ഇത് 2 ഇൻറ്റു ചെയ്യുക. കണ്ടാ, ഇത് 2 ഇൻറ്റു ചെയ്യുക. -2 2. അപ്പൊ എത്ര കിട്ടി? -4. അപ്പൊ എത്ര കിട്ടും? 10⁻⁻4. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. 10 × 400 4000 എന്ന് കിട്ടും. 4000 ഡിവൈഡഡ് ബൈ ആണ് കേട്ടോ. ഇൻറ്റു 10⁻⁻4 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 4 0 ഡിവൈഡ് ചെയ്യുക. അപ്പൊ 0.4 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. 0.4 ഇതുപോലെ കൊടുത്താലും മതി. ഇവിടെ 4000 × 10⁻⁻4 എന്ന് പറഞ്ഞാൽ 4 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക എന്നാണ്. 10⁻⁻ 4 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്തു. അപ്പൊ എത്ര? ഇവിടെ 3 സ്ഥാനമേ ഉള്ളൂ, ഒരു സ്ഥാനം ഇപ്പുറത്താക്കി. അപ്പൊ എത്ര കിട്ടും? 0.4 എന്ന് കിട്ടും. ഇവിടെ 3 പോയിന്റ്, ഇവിടെ 1 പോയിന്റ്. അപ്പൊ 4000 × 10⁻⁻4 എന്ന് പറഞ്ഞാൽ 0.4 എന്ന് കിട്ടും. മൊമെന്റ് ഓഫ് ഇനർഷ്യ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ. നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാൽക്കുലേറ്റ് അടിച്ചു കൊടുക്കുക, കൃത്യമായ ആൻസർ കിട്ടും. ഇവിടെ എല്ലാം കൊടുത്തേ. 6 എത്ര? 20 ഇൻറ്റു സെന്റിമീറ്ററിലെ 10⁻². ഫോഴ്സ് എത്രയുടെ? 25. മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര? 0.4. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 20 ഇൻറ്റു 25 ചെയ്ത് നോക്കുക. 500 എന്ന് കിട്ടും. 500 ഇൻറ്റു 10⁻² ഡിവൈഡ് ബൈ എത്ര? 0.4. അപ്പം നമുക്ക് 500 ഇൻറ്റു 10⁻² എന്ന് പറഞ്ഞാൽ 500നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ്. 10⁻⁻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 5/0.4. 5/0.4 ചെയ്ത് നോക്കണം. 12.5 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് 12.5 യൂണിറ്റ് പറഞ്ഞ പോലെ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം കാൽക്കുലേഷൻസ് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഈ ഒരു കേസ് മാത്രം ഓർത്തിരിക്കാം. 2020 മാർച്ചിൽ ചോദിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് അറിയാം, പഠിപ്പിച്ചതാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ടു ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് അബൌട്ട് ഡയമീറ്റർ. എന്നോട് 4 മാർക്കാണ്. 2020 മാർച്ച് ചോദിച്ചത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും തിയറം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. അതിൽ റിംഗ് യോർ ഡിസ്ക് ഡയമീറ്ററിലും ടാൻജന്റ് ഡിറൈവ് ചെയ്യാൻ പറയും. 4 മാർക്ക് ഷുവർ ആണ്, അത് ഉറപ്പാണ്. അത് ചോദിക്കുക. റിംഗ് യോർ ഡിസ്ക് പഠിച്ചു വയ്ക്കുക. 2 തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കുക. റിംഗ് യോർ ഡിസ്ക് പഠിച്ചു വയ്ക്കുക. റിംഗും ഡിസ്കും പഠിച്ചു വയ്ക്കുക. റിംഗ് പഠിച്ചാൽ ഡിസ്ക് പഠിക്കാന്ന് ഞാൻ പറഞ്ഞത്. വീഡിയോ കൃത്യമായി നോക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. വേറെ 10 മിനിറ്റ് പഠിക്കാൻ വേണ്ടി 4 മാർക്ക് അത് ഉറപ്പായിട്ട് കിട്ടും. അത് ചോദിക്കും എന്തായാലും കേട്ടോ. അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 2019 ക്വസ്റ്റ്യൻ ആണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് എന്താണ്? മാസിന്റെ റൊട്ടേഷൻ അനലോഗ് പേര് പറഞ്ഞു, മൊമെന്റ് ഓഫ് ഇനർഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അത് പറഞ്ഞുതരാം. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ തിൻ റോഡ് ഓഫ് മാസ് m, ലെങ്ത് l, about an axis perpendicular to the road at its midpoint is ml²/12. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു റോഡ് എടുക്കുന്നു, റോഡ് എടുത്തു. റോഡിന്റെ മാസ് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു? ക്യാപിറ്റൽ M എന്ന് പറയുന്നു. റോഡിന്റെ ലെന്ത് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു? ലെന്ത് L എന്ന് പറയുന്നു. ലെന്ത് എത്ര? L എന്ന് പറയുന്നു. അതിന്റെ മിഡ് പോയിന്റിൽ കൂടി ഒരു ആക്സ് പാസ് ചെയ്യുന്നു, ഇങ്ങനെ പെർപെൻഡിക്കുലർ പാസ് ചെയ്യുന്നു. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ട്. എത്രയെന്നുണ്ട്? ml²/12 എന്നുണ്ട്. തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അറിയണം, അത് നമ്മൾ പഠിക്കാനുള്ളതാണ്. ഇനി എന്താണ് പഠിക്കേണ്ടത്? ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റോഡ് അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ആൻഡ് പാസിംഗ് ത്രൂ വൺ എൻഡ് ഓഫ് ദ റോഡ്. അപ്പൊ എന്താ പറയുന്നത്? നമുക്ക് എന്ത് കാണണം? മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണം. ആരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഒരു പെർപെൻഡിക്കുലർ ആക്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണല്ലോ. ഇതുപോലത്തെ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണം. അത് എവിടെ കൂടെ പാസ് ചെയ്യുന്നത്?
ഒരു എൻഡിൽ കൂടി പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. എൻഡിൽ കൂടി പാസ് ചെയ്യണം. അപ്പൊ എൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വരയ്ക്കുകയാണേ, ഇങ്ങനെ പാസ് ചെയ്യുന്നു. അപ്പുറത്ത് വരയ്ക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു എൻഡിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിന്റെ എന്ത് കാണണം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണണം. ഓക്കെ, നോക്കി, ഇതൊരു ആക്സിസ് തന്നിട്ടുണ്ട്, ഇത് കാണാൻ പറഞ്ഞ ആക്സിസ്. രണ്ടും പരസ്പരം എന്താണ്? പാരലൽ അല്ലേ? അപ്പൊ ഏത് തിയറം? പാരലൽ ആക്സിസ് തിയറം. ബൈ പാരലൽ ആക്സസ് തിയറം നമ്മൾ പഠിച്ചത് എന്താ? I ഈക്വൽ ടു ICM പ്ലസ് MA². ആരാ I എന്ന് പറഞ്ഞ? പാരലൽ ആക്സിസ്. ഇവിടെ ആരാ? ദൈവൻ. ഇതല്ലേ കണ്ടുപിടിക്കാൻ പറയുന്നത്? ഇതാണ് I. ഞാൻ ICM എന്ന് കൊടുക്കാം. ആരാ ICM എന്ന് പറഞ്ഞ? സെൻട്രിൽ കൂടി കടന്നു പോകുന്ന ആക്സിസ്. അപ്പൊ ഇതാണ് ICM ആണല്ലോ. ആരാ M എന്ന് പറഞ്ഞ? മാസ്. എന്താ A എന്ന് പറഞ്ഞ? രണ്ടുപേർക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, രണ്ട് ആക്സിസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അത് എത്രയുടെ? ടോട്ടൽ L അല്ലേടേ? ഇത് മിഡ് പോയിന്റ് അല്ലേടേ? അപ്പൊ എന്തായിരിക്കും? പകുതി ആയിരിക്കൂലേ? എല്ലിന്റെ പകുതി. അപ്പൊ കൊടുക്കാം. I കാണണം. ICM എന്ന് പറഞ്ഞാൽ സെൻട്രിൽ കൂടി കടന്നു പോകുന്ന ആക്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അത് എത്രയെന്നുണ്ട്? ml² ഡിവൈഡ് ബൈ 12 എന്നുണ്ട്, പ്ലസ് M അതുപോലെ എഴുതി. ആരാ A എന്ന് പറഞ്ഞാൽ? രണ്ട് ആക്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അത് L/2 ആണ്. എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? L/2 കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ml² ഡിവൈഡ് ബൈ 12 പ്ലസ് M ഇവിടെ എന്താ? പ്ലസ് M ഇവിടെ എന്താണ്? L² ഡിവൈഡ് ബൈ എത്ര? 4. ml² ഡിവൈഡ് ബൈ എത്ര? 4. ക്രോസ് ചെയ്യാം. നിങ്ങൾ ക്രോസിംഗിൽ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ 4 ഒന്ന് LCM കാണാം അല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. 4 × ml². അപ്പൊ എത്ര? 4 ml² പ്ലസ് 12 × ml² ഡിവൈഡ് ബൈ 12 × 4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 48 എന്ന് കിട്ടും. 12 × 4. വോളിൽ എത്ര കിട്ടി? 4 ml² പ്ലസ് 12 ml² എത്രയാണ്? 16 ml². 16 ml² ഡിവൈഡ് ബൈ എത്ര? 48. കട്ട് ചെയ്യണേ. 16 ഇവിടെ കട്ട് ചെയ്യുന്നു. ഞാൻ കട്ട് ചെയ്യുന്നു. ഞാൻ 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 4 പ്രാവശ്യം കിട്ടും. 16 ഇവിടെ എത്ര കിട്ടി? 12 കിട്ടി. വീണ്ടും 4 വെച്ച് കട്ട് ചെയ്തു. 4 ഒരു പ്രാവശ്യം, 12 3 പ്രാവശ്യം. ആൻസർ എത്ര? 1/3 ml². ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ചോദിക്കുന്നതാണ്. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഇതിനകത്ത് ഫോക്കസ് ഏരിയക്കകത്തുള്ള ടോപ്പിക്കിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. വേറെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും പറയുന്നില്ല. ചില സമയങ്ങളുടെ ആവശ്യമില്ല. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ പറയുന്നില്ല കേട്ടോ. അപ്പൊ അടുത്തൊരു ടേബിളാണ്. വീണ്ടും ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. 2019 മാർച്ചിൽ ചോദിച്ചതാണ്. അപ്പൊ അതിൽ ഒരു സൈഡ് ടോർക്കാണല്ലോ, ടോർക്ക്. ഇപ്പൊ സൈഡ് ടോർക്ക് വന്നിട്ട് എന്താ പഠിച്ചത്? R×F. അപ്പൊ ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? R×F. രണ്ടാമത്തെ കോളത്തിൽ നാലാമത്തെ R×F. അടുത്ത ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം L. ആംഗുലാർ മൊമെന്റം അത് തന്നിട്ടുള്ളതിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫസ്റ്റ് പെർപെൻഡിക്കുലർ ടു R ആൻഡ് P. കാരണം നമ്മൾ ആംഗുലാർ മൊമെന്റം കാണുന്നത് R×P എന്നാണ് ജനറൽ ആയിട്ട് കാണുന്നത്. R×P. ആറിനും പിക്ക് ഇടയ്ക്ക് എന്താണ്? പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ക്രോസ് വരുന്നത്. ക്രോസ് വന്ന മീനിങ് എന്താ? പെർപെൻഡിക്കുലർ. ഡോട്ട് വന്ന മീനിങ് എന്താണ്? പാരലൽ കേട്ടാ. അവിടെ എന്താണ്? R×P അത്രേ ഉള്ളൂ. R × P. അപ്പോൾ ഫസ്റ്റ് ആണ് ആംഗുലാർ മൊമെന്റം. എന്താണ്? സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് ആണ്. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം അത് ഈ വർഷം ചോദിക്കില്ല, നിങ്ങൾക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടോർക്ക് 0 എന്നാണ്. ഇതിന്റെ മീനിങ് സിഗ്മ എന്നാണ്. ടോട്ടൽ ടോർക്ക് എത്ര? 0. സെക്കൻഡ് കോളത്തിൽ അവസാനത്തെ അഞ്ചാമത്തെ ടോട്ടൽ ടോർക്ക് എന്താണ്? 0. ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി V എങ്ങനെ കാണുന്നത്? R×ω അല്ലെങ്കിൽ R⍵. R×ω അല്ലെങ്കിൽ R⍵. ഓപ്ഷൻ ഉണ്ട്. അത് ω × R എന്നുണ്ട്. മൂന്നാമത്തെ എത്ര മാർക്ക്? 2 മാർക്കാ. ഈസിയാണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ജസ്റ്റ് മാച്ച് ദ ഫോളോവിങ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത് വരുന്ന പറഞ്ഞാൽ ഇതാണ് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതേ ഫിഗർ പല റിപ്പീറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഇത് എങ്ങനെ നിൽക്കുന്ന ഒരു ഫിഗറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇങ്ങനെ നിൽക്കുന്ന ഫിഗറാണ്. ഒരു ഡാൻസർ നിൽക്കുന്നു. പറയുന്നത് ഗേൾ റൊട്ടേറ്റ്സ് ഓൺ എ ചെയർ ആസ് ഷോൺ ഇൻ ദ ബിലോ. ഷോൺ ബിലോ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താണത്? വാട്ട് ഹാപ്പൻ ടു ഹർ ആംഗുലാർ സ്പീഡ് വെൻ ഷീ സ്ട്രെച്ചസ് ഹർ ആംസ്. ആം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആംഗുലാർ സ്പീഡ് എന്ത് സംഭവിക്കുന്നു? ഞാൻ പറഞ്ഞു
ഇങ്ങനെ ആം സ്ട്രെച്ച് ചെയ്താൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും, മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. ഇങ്ങനെ സ്ട്രെച്ച് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടിയ ആര് കുറയും? ആംഗുലാർ സ്പീഡ് കുറയും. എടുത്തെടുത്ത് പറഞ്ഞാണ് ഇമ്പോർട്ടന്റ്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുന്നു, ആംഗുലാർ സ്പീഡ് കുറയുന്നു. അപ്പൊ ആൻസർ എന്താണ്? ആംഗുലാർ സ്പീഡ് കുറയുന്നു. ഒരു മാർക്ക്. പിന്നെ ബി പാർട്ട് എന്താ? നെയിം ആൻഡ് സ്റ്റേറ്റ് ദ കൺസ്ട്രക്ഷൻ ലോ അപ്ലൈഡ് ഫോർ യുവർ ജസ്റ്റിഫിക്കേഷൻ. ഏത് ലോയാ? ലോ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അത് എഴുതണം. നെയിം എഴുതാൻ പറഞ്ഞപ്പോ ലോ ഓഫ് കൺസ്ട്രക്ഷൻ ആംഗുലാർ മൊമെന്റം എന്നിട്ട് സ്റ്റേറ്റ് ചെയ്യുക. എങ്ങനെ സ്റ്റേറ്റ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞു, എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്തില്ല എങ്കിൽ ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കഴിഞ്ഞു. 2 മാർക്ക്, മൊത്തം 3 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ ഇക്വേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ഫോഴ്സ്. ടോർക്കും ഫോഴ്സ് നമ്മൾ ഇക്വേഷൻ ചെയ്താൻ വേണ്ടിയാണ് ഇത് നടക്കുന്നത്. ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എന്താണ്? എഫ്. ആർ ക്രോസ് എഫ്. അതിന്റെ ബി പാർട്ട് വേണ്ട, അത് നമുക്കില്ല. അടുത്ത അതിന്റെ സി പാർട്ട് ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് മൊമെന്റം. ഓൾറെഡി പറഞ്ഞു ടോർക്ക് ആൻഡ് മൊമെന്റം. ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇത് ടോർക്ക്, എൽ എന്താണ്? മൊമെന്റം. ഈ റിലേഷൻ ടോ ഈക്വൽ ഡി എൽ ബൈ ഡി ടി. നമ്മളെ ഹെഡിങ് അത് തന്നെ, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് മൊമെന്റം എന്നതിനാണ് ഹെഡിങ്. അപ്പോൾ അതായി. എത്ര മാർക്ക്? മൊത്തം 5 മാർക്കുണ്ട്. അതിൽ 2 മാർക്ക് ഇടയ്ക്ക് പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം ഇല്ല കേട്ടോ. അത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പറയുന്നില്ല. എം ആർ സ്ക്വയർ ബൈ എന്തും 2 കിട്ടും. നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം. എ പാർട്ട് ഓക്കെയാണ്. ബി പാർട്ട് ചെയ്യണം. In the case of this ring, show that both translational and rotational kinetic energy have the same value. എനിക്ക് എന്തൊക്കെ കാണണം? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും കാണണം, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാണണം. രണ്ടിന്റെ വാല്യൂ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൂവ് ചെയ്യാം. റിങ്ങിന്റെ കേസല്ലേ? റിംഗ് ആയതുകൊണ്ട് ആദ്യം ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. കാണുന്ന ഫോമുല എന്താ? ഞാൻ കെ ഇ ട്രാൻസ് നോക്കാമേ തിരിച്ചറിയാൻ വേണ്ടി. സാധാരണ കൈനറ്റിക് എങ്ങനെ അവിടെ? ഹാഫ് എം വി സ്ക്വയർ. മാറ്റൊന്നുമില്ല. ഹാഫ് എം വി സ്ക്വയർ. അതാണ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ. നമുക്ക് അതൊന്നും ചെയ്യില്ല അതിനകത്ത്. ഹാഫ് എം വി സ്ക്വയർ. അടുത്ത് എന്താ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കെ ഇ റൊട്ടേഷണൽ നമ്മൾ ഡിറൈവ് ചെയ്തു. എന്താ ഫോമുല? ഹാഫ് അതുപോലെ എടുത്ത് എഴുതുക. മാസിന് പോലെ എന്താ ഉപയോഗിക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ. വെലോസിറ്റി പോലെ എന്താ ഉപയോഗിക്കുന്നത്? ഒമേഗ, ആംഗുലാർ വെലോസിറ്റി. അപ്പൊ ഒമേഗ സ്ക്വയർ. ഇതല്ലേ? ഈ 2 കാര്യം ചെയ്യണം. ഒന്ന്, റിംഗ് ആയതുകൊണ്ട് ഐ കാണുന്ന ഫോമുല എന്താ? എം ആർ സ്ക്വയർ. റിംഗ് ആയതുകൊണ്ട് എം ആർ സ്ക്വയർ. അടുത്ത് ഒമേഗ വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആർ ആയതുകൊണ്ടാണ് ഇവിടെയും ക്യാപിറ്റൽ കൊടുത്തിട്ടാ. ഇവിടെ സ്മോൾ ലെറ്റർ കൊടുത്താൽ ഇവിടെ സ്മോൾ കൊടുക്കാം. ആർ ഒമേഗ എന്ന് പഠിച്ചിട്ടുണ്ട് ആണല്ലോ. ക്രോസ് ഒന്നും വേണ്ട, ആർ ഒമേഗ എന്ന് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് ഒമേഗ ഒന്ന് കാണണേ. ഈ ആർ ഒന്ന് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടി? വി ബൈ ആർ ഈക്വൽ ടു ഒമേഗ. അപ്പൊ ഇത് 2 എടുത്ത് ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടും? ഹാഫ് അതുപോലെ എഴുതി. ഐയുടെ സ്ഥാനത്ത് ഐയുടെ വാല്യൂ കുറേ. എന്താ ഐയുടെ വാല്യൂ? എം ആർ സ്ക്വയർ അല്ലേ? ഐയുടെ സ്ഥാനത്ത് ഐയുടെ വാല്യൂ കൊടുത്തു. എം ആർ സ്ക്വയർ. ഒമേഗ സ്ക്വയർ അല്ലേ? ഒമേഗയുടെ വാല്യൂ എന്താണ്? വി ബൈ ആർ അല്ലേ? ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ വി ബൈ ആറിനും സ്ക്വയർ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടി? 1/2. ഇവിടെ എന്തുണ്ട്? എം ആർ സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്തുണ്ട്? വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. എന്ത് ക്യാൻസൽ? ആർ സ്ക്വയർ ക്യാൻസൽ. അപ്പൊ എന്ത് കിട്ടി? 1/2 എം വി സ്ക്വയർ. ഇതാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഇതാണ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. 2 ഈക്വൽ ഇടേ. 2 ഹാഫ് എം വി സ്ക്വയർ അല്ലേ? അതല്ലേ പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്? നമ്മൾ പ്രൂവ് ചെയ്തു. 2 ഈക്വൽ ആണ് പ്രൂവ് ചെയ്തു. ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇത് ചോദിക്കാം. അടുത്ത് നോക്കിക്കോടെ. അടുത്ത് അതിന്റെ സി പാർട്ട്. ഇൻ ട്രാൻസ്ലേഷണൽ മോഷൻ ആംഗുലാർ മൊമെന്റം. ട്രാൻസ്ലേഷണൽ മോഷൻ, റൊട്ടേഷൻ മോഷൻ അല്ല. ട്രാൻസ്ലേഷണൽ മോഷനിലെ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ കാണപ്പെടാം. മേ ബി പ്രസന്റ് തന്നുള്ള ഓപ്ഷനിൽ. ചില സ്ഥലങ്ങളിൽ 0 ആയിരിക്കും. ചില സ്ഥലം എന്ന് പറഞ്ഞാൽ ആറും പിയും. ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം. ഇത് രണ്ടിനിടയ്ക്കുള്ള ആംഗിൾ 0 ആണെങ്കിൽ, ഇത് രണ്ടിനിടയ്ക്കുള്ള ആംഗിൾ എന്താണെങ്കിൽ 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം 0 ആണ്. ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ആംഗിൾ 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം 0. ആംഗിൾ 0 അല്ല എങ്കിൽ അവിടെ എന്തുണ്ട്? ആംഗുലാർ മൊമെന്റം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്?
ഈസ് ഓൾവേസ് സീറോ. ഓൾവേസ് സീറോ എന്ന് പറയാൻ പറ്റില്ല. സീറോ ആകാം. എപ്പോൾ സീറോ ആവുന്നു? ആംഗിൾ തീറ്റ സീറോ ആണെങ്കിൽ സീറോ. തീറ്റ സീറോ അല്ലാത്തപ്പം സീറോയേക്കാൾ കൂടുതലായിരിക്കും. ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1, എപ്പോഴും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെയും പറയാൻ പറ്റില്ല. ആംഗിൾ സീറോ ആകുമ്പോൾ സീറോ ആവുമെന്ന് പറഞ്ഞില്ലേ, ഒന്നിനേക്കാൾ കുറവല്ലേ. രണ്ടാമത്തെ ഓപ്ഷൻ അല്ല. മേ ബി പ്രസന്റ്, കറക്റ്റ് ആണ്. പ്രസന്റ് ഉണ്ടായിരിക്കുക, ആംഗിൾ ഓവന്റെ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ചില സമയത്ത് സീറോ ആവും, ചില സമയത്ത് ഉണ്ടാവും. അതാണ് കറക്റ്റ് ഓപ്ഷൻ. മേ ബി ഇൻഫൈനൈറ്റ് ഒന്നുമല്ല, മേ ബി പ്രസന്റ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? 3. അപ്പോൾ എന്താണ് ആംഗിൾ ഓവന്റ് എന്ന് പറഞ്ഞാൽ സീറോയും ആവും, സീറോയേക്കാൾ കൂടുതലും വരാം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അടുത്ത് ഒരു ഫിഗർ വന്നിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു, ഒന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. ഇതിൽ ഏത് ഫിഗറിനാണ് ആംഗുലാർ വെലോസിറ്റി കൂടുതലെന്നാണ്? ഏത് ഫിഗറാ? ഫിഗർ 2. സ്ട്രെച്ച് ചെയ്യുന്നതിന് മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ, ആംഗുലാർ വെലോസിറ്റി കുറവ്. ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവ്, ആംഗുലാർ വെലോസിറ്റി കൂടുതൽ. അപ്പോൾ ഫിഗർ 2 ആണ്, സിംപ്ലോസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇക്വേഷൻ കണക്ട് ആംഗുലാർ മൊമെന്റ് ആൻഡ് ലീനിയർ മൊമെന്റ്. ആംഗുലാർ മൊമെന്റും ലീനിയർ മൊമെന്റ്. ആംഗുലാർ മൊമെന്റ് L ആണ്, ലീനിയർ മൊമെന്റ് P ആണ്. എന്താ റിലേഷൻ? R ക്രോസ് P. R ക്രോസ് P. ഓപ്ഷൻ 2, R ക്രോസ് P. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അതിന്റെ ബി പാർട്ട് എന്താ? സ്റ്റാർട്ടിംഗ് ഫ്രോം ദ ഇക്വേഷൻ കണക്ടിങ് ആംഗുലാർ മൊമെന്റം ആൻഡ് ലീനിയർ മൊമെന്റം, ഡെഡ്യൂസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടോർക്ക് ആംഗുലാർ മൊമെന്റം, ഈ റിലേഷൻ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. 4 മാർക്കാണ് കേട്ടോ. ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര മാർക്കാണ്? 4 മാർക്കാണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്? 3 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇതുവരെ പറഞ്ഞത് ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു. അതുകൊണ്ട് പല രീതിയിൽ ചോദിക്കുക. നമ്മൾ നോക്കേണ്ടത് ടോർക്ക് ആംഗുലാർ മൊമെന്റം റിലേഷൻ എന്താ? ടോ ഈസ് ഈക്വൽ ടു DL/dt. ഇവിടെ 4 മാർക്ക് ചോദിച്ചു. നേരത്തെ 2 മാർക്ക് ഉണ്ടായത്, ഇപ്പൊ എത്ര? 4 മാർക്കാണ്. ഓക്കെ, അടുത്ത് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സർക്കുലർ ഡിസ്ക് എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ അറ്റ് ദ സെന്റർ ഈസ് ഗിവൺ ബൈ. വേറൊന്നുമില്ല, ഡിസ്ക് ആണ്. ഡിസ്കിന്റെ സെന്ററിൽ കൂടെ കടന്നു പോകണം, പെർപെൻഡിക്കുലർ ആവണം എന്ന് പറഞ്ഞ് ഫസ്റ്റ് പഠിച്ചു. mr²/2. നാലാമത്തെ mr²/2. അടുത്ത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ബൈ യൂസിങ് ദിസ് തിയറം ഡെഡ്യൂസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സർക്കുലർ ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഡയമീറ്റർ. ഈ പാസിംഗ് ത്രൂ ഡയമീറ്റർ നമുക്ക് അറിയാം, ml²/4 കിട്ടും. അതിന്റെ തിയറം സ്റ്റേറ്റ് ചെയ്യുക. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പറയുന്നു. അറിയാം, 4 മാർക്കാണ്. 4 മാർക്ക്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാം ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അടുത്ത ക്ലാസിക്കൽ ഡാൻസേഴ്സ് ബ്രിങ് their hands closer to the body to rotate faster. Name the principle employed by them. അറിയാലോ എന്താണ്? ക്ലാസിക്കൽ ഡാൻസേഴ്സ് സ്പീഡിൽ കറങ്ങാൻ വേണ്ടി ഹാൻഡ്സ് ബോഡിക്ക് അടുത്ത് വയ്ക്കുന്നു. എന്തുകൊണ്ടാ? ഇങ്ങനെ വയ്ക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുകയും ഒമേഗ അതായത് സ്പീഡ് കൂടുകയും ചെയ്യും. ഏത് തിയറം എന്നാണ് ചോദിക്കുന്നത്? ഏത് പ്രിൻസിപ്പിൾ ആണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അതാണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ട്, mr²/2. ആരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ? റിങ്ങിന്റെ ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പറയുന്നു, mr²/2 എന്ന് പറയുന്നു. ഓപ്ഷൻ എ, നെയിം ദ തിയറം ദാറ്റ് ഹെൽപ് ടു ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എ ടാൻജന്റ് പാരലൽ ടു ദ ഡയമീറ്റർ. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ടാൻജന്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറഞ്ഞ പാരലൽ ആക്സിസ് തിയറമാണ്. ഏത് തിയറമാണ്? പാരലൽ ആക്സിസ് തിയറം. ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറഞ്ഞ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇത് മറന്നുപോലെ. ടാൻജന്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറഞ്ഞ പാരലൽ ആക്സിസ് തിയറവും ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറഞ്ഞ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണ്. ഇത് എപ്പോഴും ഓർത്തിരിക്കുക. അടുത്ത അപ്പോൾ അതിൽ ഏത് തിയറം എന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്? ടാൻജന്റ് ആയതുകൊണ്ട് പാരലൽ ആക്സിസ് തിയറം. സ്റ്റേറ്റ് ചെയ്യണമെന്നില്ല. അടുത്ത ബി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ട? ഡയഗ്രാം വരച്ച് ഡ്രോ എ ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ടാൻജന്റ്. റിങ്ങിന്റെ കേസ് ആ ഡയഗ്രാം വരച്ചിട്ട് എന്ത് ചെയ്യണം? അത് ഡിറൈവ് ചെയ്യണം. ഞാൻ ഡയഗ്രാം വരച്ചാണ് പറഞ്ഞത്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത് ദ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഈസ് മാക്സിമം വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ R ആൻഡ് F ഈസ്. ഓക്കെ, അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. അതെന്താ? ടോ ഈസ് ഈക്വൽ ടു R ക്രോസ് F എന്നാ പഠിച്ചത്. എന്നിട്ട് എന്ത് എഴുതി? RF സൈൻ തീറ്റ എന്ന് എഴുതി. ക്രോസ് മാറ്റി എന്ത് എഴുതണം? സൈൻ തീറ്റ എഴുതണം. ഞാൻ പറഞ്ഞു തീറ്റ 90 ആവുമ്പോഴാണ്, മറന്നുപോലെ സൈൻ ആണ് വരുന്നതെങ്കിൽ എന്ത് വന്നാൽ? സൈൻ വന്നാൽ. തീറ്റ 90 ആണെങ്കിൽ സൈൻ 91. സൈൻ്റെ മാക്സിമം വാല്യൂ 1. എപ്പോഴും തീറ്റ 90 ആകുമ്പോഴാണ്. അപ്പൊ എന്താ കിട്ടാം? ടോർക്ക് മാക്സിമം ആയിരിക്കും. ടോ ഈസ് ഈക്വൽ ടു ഇത് 1 ആയിട്ട് പോയി, ബാക്കി എന്താ? RF. അപ്പോൾ ടോ എപ്പോഴാണ് മാക്സിമം ആവുന്നത്?
ആംഗിള് 90 ആകുമ്പോൾ ടോ മാത്രമല്ല നമ്മൾ റൊട്ടേഷണൽ മോഷൻ പഠിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റി മാക്സിമം ആവുന്നത് ആംഗിൾ എന്താകുമ്പോഴാ 90 ആകുമ്പോഴാണ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് 90. ടേണിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടോർക്ക് മാക്സിമം ആവുന്നത് ആംഗിൾ എത്ര ആകുമ്പോൾ 90 ആകുമ്പോൾ. ഓക്കെ, അടുത്ത പ്രോബ്ലം ആണ് എ വീൽ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. നിങ്ങൾ വീൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റിംഗ് ആണ്. വീൽ എന്ന് പറഞ്ഞാൽ റിംഗ് ആണ്. എ വീൽ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അക്വേഴ്സ് an angular velocity of 10 radian per second. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി എത്ര 10 radian per second എന്ന് പറയുന്നു. തിരിച്ചറിയേണ്ടത് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നു. നമുക്ക് രണ്ട് ആംഗുലാർ വെലോസിറ്റി ഉള്ളൂ. നമ്മൾ രണ്ട് വെലോസിറ്റി പഠിച്ചു, ഓർമ്മയുണ്ടോ? ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും. അതുപോലെ ഇവിടെ എന്തുണ്ട്? രണ്ട് ആംഗുലാർ വെലോസിറ്റി ഉണ്ട്, ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റിയും ഫൈനൽ ആംഗുലാർ വെലോസിറ്റി. നമ്മൾ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റിയെ ω0 എന്ന് കൊടുക്കും, ഇനിഷ്യൽ തിരിച്ചറിയാൻ വേണ്ടി. ω0 അതിവിടെ എത്രയാണ്? സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലെ വെലോസിറ്റി എപ്പോഴും 0യാണ്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി എത്ര? 0. തന്നിട്ടുള്ള ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും. അതിന് ω എന്ന് കൊടുക്കുക. അത് എത്രയാണ്? 10 radian per second. അത് മറന്നു പോകല്ലേ കേട്ടോ. ശരി, ഇൻ 2 seconds. അപ്പൊ ടൈം എത്രയെന്നുണ്ട്? 2 seconds. The moment of inertia of the wheel is 0.4 kilogram മീറ്റർ സ്ക്വയർ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡയറക്റ്റ് തരുന്നു. എത്രയെന്ന് പറയുന്നു? 0.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് തരുന്നു. ഇതാ തന്നിട്ടുണ്ട്. ഇതിനുള്ള വാല്യൂസാ. കാൽക്കുലേറ്റ് ടോർക്ക്. ടോർക്ക് ആണ്. ടോർക്ക് ആണ് ജനറൽ ഫോമിൽ എന്താണ്? ആർ ക്രോസ് പി ഉപയോഗിക്കില്ലേ കേട്ടാ, അല്ല ആർ ക്രോസ് എഫ് ഉപയോഗിക്കില്ല. ഇങ്ങനെ എഫ് ഒന്നുമില്ല. ജനറൽ ഫോമിൽ എന്താണ്? ഐ ആൽഫ. ഐ അറിയാം, ആൽഫ അറിയില്ല. എങ്ങനെ ആൽഫ കാണും? നമുക്കറിയാം ആൽഫ കാണാൻ. ആൽഫ എന്താണ് ആൽഫ എന്ന് പറഞ്ഞാൽ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം എന്നല്ലേ. എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെ ആൽഫ കാണുന്നത്? ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ഡിവൈഡ് ബൈ എന്താണ്? ടൈം എന്നാണ്. അപ്പൊ ആൽഫ ഈക്വൽ ടു എങ്ങനെ ചേഞ്ച് കാണുന്നേ? ഫൈനൽ മൈനസ് ഇനിഷ്യൽ ഡിവൈഡ് ബൈ എന്താണ്? ടൈം അല്ലേ. ഫൈനൽ എത്ര തന്നിട്ടുണ്ട്? 10. 10 മൈനസ് ഇനിഷ്യൽ എത്ര? 0 ഡിവൈഡ് ബൈ 2. 10 മൈനസ് 0 എത്ര? 10. 10/2 എത്രയാണ്? 5. യൂണിറ്റ് നാം മറന്നു പോലെ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. എടുത്ത് കൊടുത്തേ. ഐ എത്ര? 0.4 അല്ലേ. ഇൻറ്റു ആൽഫ എത്ര? 5. ആൻസർ എത്ര കിട്ടും? 2. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. യൂണിറ്റ് ഒന്ന് മറന്നു പോയി, ന്യൂട്ടൺ മീറ്റർ. ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ദ പോസിബിലിറ്റി ഓഫ് ഫോളിംഗ് ബാക്ക്വേർഡ് വിത്ത് ദ ലാഡർ ഈസ് മോർ വെൻ യു ആർ ഹയർ ഓൺ ദ ലാഡർ ദാൻ വെൻ യു ജസ്റ്റ് ബിഗിൻ ടു ക്ലൈംബ്. ഒരു ലാഡറിൽ ആണല്ലോ, ഒരു ലാഡറിൽ നമ്മൾ കയറുമ്പോൾ ഏണിയിൽ കയറുമ്പോൾ മുകളിൽ നിൽക്കുമ്പോഴാണ് വീഴാനുള്ള ചാൻസ് കൂടുതൽ. എന്താണ് റീസൺ എന്നാണ് ചോദിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ കാര്യം നോക്കിയേ, റീസൺ ഇതാണ്. ഓക്കെ, ഒരു ലാഡർ എടുത്തു. ഇതാണ് ഗ്രൗണ്ട്. ഒരാൾ ഇവിടെ നിൽക്കുകയാണ്, ഒരാൾ ഇവിടെ നിൽക്കുന്നു, ഒരാൾ ജസ്റ്റ് കയറാൻ പോണതേ ഉള്ളൂ. അപ്പം വിരാൻ ചാൻസ് ആർക്കാണ്? മുകളിൽ നിൽക്കുന്ന ആൾക്കാണ് വിരാൻ ചാൻസ്. എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് കൂടുന്നു? ഡിസ്റ്റൻസ് കൂടുന്നു. ഇതാണ് ഡിസ്റ്റൻസ് കൂടി. ടോർക്കാണ് ഫോമുല എന്താ? ആർ ക്രോസ് എഫ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്തും കൂടും? ടോർക്കും കൂടും. ആണേ. എന്താ ടോർക്ക് എന്ന് പറയാ? ടേണിംഗ് എഫക്റ്റ് ആണ്, കറങ്ങാനുള്ള കഴിവാണ് ടോർക്ക് എന്ന് പറഞ്ഞത്. അപ്പം ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ടോർക്ക് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പം നമുക്കവിടെ അൺസ്റ്റേബിൾ ആണ്. ഈ കറങ്ങാനുള്ള കഴിവ് മുകളിലോട്ട് പോകുന്നതോറും നമുക്ക് റൊട്ടേഷൻ ടേണിംഗ് എഫക്റ്റ് കൂടും. റീസൺ എന്താണ്? ഡിസ്റ്റൻസ് കൂടുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ടോർക്ക് കൂടുന്നു. ടോർക്ക് കൂടുമ്പോൾ നമ്മൾ അൺസ്റ്റേബിൾ ആവും. നമുക്ക് മുകളിൽ നിൽക്കുമ്പോൾ അൺസ്റ്റേബിൾ, നമ്മുടെ ബോഡി എന്തായി? അൺസ്റ്റേബിൾ ആയി. അതുകൊണ്ടാണ് വിരാനുള്ള ചാൻസ് കൂടുതൽ. ഇവിടെ ഡിസ്റ്റൻസ് കുറവാണ്, ടോർക്ക് കുറവാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റേബിൾ ആണെന്ന് പറയാം. നമ്മളെ ബോഡിയുടെ ഫോഴ്സ് മതി ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ എത്തുമ്പോഴേക്ക് എന്ത് കൂടിപ്പോയി? ഡിസ്റ്റൻസ് കൂടുന്നത് ടോർക്ക് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഫോഴ്സ് പോരാ, സഫീഷ്യന്റ് അല്ല. ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി? ബാലൻസ് നിർത്താൻ വേണ്ടി നമുക്ക് എപ്പോഴും മുകളിലോട്ട് പോകുന്ന ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ട്. അതാണ് ടോർക്ക് കൂടുന്നു. മുകളിലോട്ട് പോകുന്ന ഒരു ടോർക്ക് കൂടി വരിക. അതിന് ബാലൻസ് ചെയ്യാനുള്ള ഫോഴ്സ് നമുക്ക് ഉണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്ക് അവിടെ സേഫ് ആണ് നിൽക്കാൻ പറ്റും. ബാലൻസ് ചെയ്യാനുള്ള ഫോഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വീഴും? അതിനിവിടെയും. അപ്പൊ റീസൺ എന്താ? മുകളിലായിരിക്കുമ്പോൾ ഡിസ്റ്റൻസ് കൂടുതൽ, ടോർക്ക് കൂടുതൽ, നമ്മൾ അൺസ്റ്റേബിൾ ആണ്, വീഴാനുള്ള ചാൻസ് കൂടുതൽ. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ
നമ്മൾ 2 എഗ്ഗ് എടുക്കുന്നു, 2 എഗ്ഗ്. ഒന്ന് ബോയിൽഡ് എഗ്ഗും 2 റോ എഗ്ഗും. ഒന്നെന്താണ് ബോയിൽഡ് എഗ്ഗ്, രണ്ടാമത്തെ എന്താ റോ എഗ്ഗ്. എന്നിട്ട് അതിനെ സ്പിൻ ചെയ്യുന്നു. അതിനെന്ത് ചെയ്യുന്നു? സ്പിൻ ചെയ്യുന്നു. ബോയിൽഡ് എഗ്ഗ് എന്ന് പറഞ്ഞാൽ അവിച്ച മുട്ട, മറ്റെന്താണ് റോ എഗ്ഗ്, നമ്മൾ അവിക്കാത്ത മുട്ട ഉണ്ടല്ലോ. രണ്ടിനെ സ്പിൻ ചെയ്തു. ആ സ്പിന്നിങ് നോക്കി നമ്മൾ പറയണം ഇതിൽ ഏതാണ് ബോയിൽഡ് ഏതാണ് റോ എഗ്ഗ് എന്ന് പറയണം. എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അവിടെ വേറെ ഒന്നുമല്ല, ഇതിൽ ആർക്കാണ് മാസ് കൂടുതൽ? നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ അല്ലേ അതിന്റെ ഹാർഡ് ആവുന്നത്. മറ്റത് റോ എഗ്ഗ് എന്ന് പറഞ്ഞാൽ അകത്ത് ലിക്വിഡാ, മാസ് കുറവാ. ബോയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്ത് ഹാർഡായി, അപ്പൊ എന്ത് ചെയ്യും? മാസ് കൂടി. അപ്പം ബോയിൽഡ് എഗ്ഗിന് എന്ത് കൂടുതലാ? മാസ് കൂടുതൽ. മാസ് കൂടിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലേ. m² അല്ലേ? മാസ് കൂടിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടി. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടിയ സ്പീഡ് കുറയും. ലോ ഓഫ് കൺസ്ട്രക്ഷൻ ആംഗുലർ മൊമെന്റം, സ്പീഡ് കുറഞ്ഞു. ഇതിന്റെ പ്രശ്നം എന്താ? റോഗിന്റെ പ്രത്യേകത എന്താണ്? മാസ് കുറവാ. അവിക്കാത്തത് മാസ് കുറവാ. ഇതുമായി കമ്പയർ മാസ് കുറവാ. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? കുറവായിരിക്കും. ഒമേഗ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതാ നോക്കേണ്ടത്. നമ്മൾ സ്പിൻ ചെയ്യുമ്പോൾ ആരാണോ സ്പീഡിൽ സ്പിൻ ചെയ്യുന്നത്, ആരുടെ സ്പീഡാണോ കറങ്ങുന്ന സ്പീഡാണോ കൂടുതൽ, അത് റോ എഗ്ഗ് ആയിരിക്കും. ആരാണോ പതുക്കെ കറങ്ങുന്നത്, ആർക്കാണോ സ്പീഡ് കുറവ്, അതെന്തായിരിക്കും? ബോയിൽഡ് എഗ്ഗ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ചോദിക്കും. ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മള് മൊമെന്റ് ഓഫ് ഇനർഷ്യയെ റൊട്ടേഷണൽ ഇനർഷ്യ എന്ന് പറയുന്നു. റീസൺ എന്താണ്? റൊട്ടേഷണൽ ഇനർഷ്യ എന്ന് പറയുന്നു. റീസൺ എന്താണ്? ഇതും ചോദിക്കുന്നതാണ്, ചോദിച്ചുള്ളതാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ റൊട്ടേഷണൽ ഇനർഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന, നമ്മളെ മോഷൻ ഉണ്ടാവുന്ന എതിർപ്പാണ് ഇനർഷ്യ എന്ന് പറയുന്നത്. നമ്മളെ സ്റ്റേറ്റിന്റെ ചേഞ്ച് ഉണ്ടാവുന്ന എതിർപ്പാണ് ഇനർഷ്യ നമ്മൾ ലാസ്റ്റ് ഓഫ് മോഷനിൽ പഠിക്കുന്നത്. റൊട്ടേഷണൽ ഇനർഷ്യ എന്ന് പറഞ്ഞ മീനിങ്, ഇത് കറങ്ങുമ്പോൾ റൊട്ടേഷൻ, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേറ്റ് ചെയ്തതിന് എന്ത് ചെയ്യുന്നു? എതിർക്കുന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ ഇനർഷ്യ കുറയ്ക്കുന്നു എന്നാ പറയുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലോ ഓഫ് കൺസർവേഷൻ ആംഗുലർ മൊമെന്റ് അനുസരിച്ച് എന്താ പഠിച്ചേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലാണെങ്കിൽ എന്ത് കുറയുന്നു? സ്പീഡ് കുറയുന്നു എന്നല്ലേ മീനിങ്. എന്താ? നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുന്തോറും ഈ കറങ്ങുന്ന സ്പീഡ് കുറഞ്ഞു വരിക. അതിന്റെ മീനിങ് എന്താണ്? ഈ കറങ്ങുന്ന സ്പീഡിനെ ആരെതിർക്കുന്നു? മൊമെന്റ് ഓഫ് ഇനർഷ്യ എതിർക്കുന്നു. അതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുന്നതനുസരിച്ച് ഇയാൾ കുറയുന്നത് അല്ല. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുമ്പോഴും ഒമേഗയും കൂടെയാണെങ്കിൽ മീനിങ് എന്താണ്? രണ്ടും ഒരുപോലെ, അവിടെ എന്തില്ലെന്നാണ്? എതിർപ്പില്ല എന്നാണ്. അപ്പൊ ഒരാൾ കൂടുമ്പം ഒരാൾ കുറയുകയാണ്. മീനിങ് എന്താ? ആ കൂടുന്ന ആൾ ഇയാൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കുറഞ്ഞു വരുന്നത്. അവിടെ എന്തുകൊണ്ടാണ് റൊട്ടേഷണൽ ഇനർഷ്യ എന്ന് പറയുന്നത്? ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എതിർപ്പെന്നാണ്, ഒപ്പോസിങ് എന്നാണ്. റൊട്ടേഷനെ എതിർക്കുന്ന ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? റൊട്ടേഷണൽ ഇനർഷ്യ എന്ന് പറഞ്ഞത്. അതെങ്ങനെ മനസ്സിലായി നമുക്ക്? ലോ ഓഫ് കൺസർവേഷൻ ആംഗുലർ മൊമെന്റ് അനുസരിച്ച് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂട്ടിയപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് കുറയുന്നു. അതിന്റെ മീനിങ് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ റൊട്ടേറ്റ് ചെയ്ത സ്പീഡിനെ എതിർക്കുന്നു. അതുകൊണ്ട് ആ എതിർപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? റൊട്ടേഷണൽ ഇനർഷ്യ എന്നും പറയുന്നത്. അപ്പൊ ഇത് എന്താണ്? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് എനി 2 factors on which moment of inertia of a rigid body depends. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിപ്പെൻഡ് ചെയ്ത് 2 ഫാക്ടേഴ്സ് പറയാം. I = mr² അല്ലേടേ? അവിടെ 2 ഫാക്ടർ ആയില്ലേ? m മാസ്, r പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാസിനെയും ഡിസ്റ്റൻസിനെയും. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അടുത്ത ദിവസം നോക്കിയേ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് 2 റൊട്ടേറ്റിംഗ് ബോഡി A and B, IA and IB. എയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IA എന്നും ബിയുടേത് IB എന്ന് പറയുന്നു. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് IA ഗ്രേറ്റർ ദാൻ IB, IA ഗ്രേറ്റർ ദാൻ IB എന്ന് ബ്രാക്കറ്റിൽ പറയുന്നു. ആൻഡ് ദെയർ ആംഗുലർ മൊമെന്റം ആർ ഈക്വൽ. ആര് ഈക്വൽ ആണ്? ആംഗുലർ മൊമെന്റ് ഈക്വൽ ആണ്. അപ്പൊ LA ഈക്വൽ ടു എന്ത് കൊടുക്കാം? LB എന്ന് കൊടുക്കാം. ഫസ്റ്റ് ഇതാണ്, വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വർക്ക് പോലെ പറഞ്ഞു, സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. ഒരു ബൈസൈക്കിളും ബസ്സും, സൈക്കിളിനും ബസ്സിനും ഒരേ മൊമെന്റമാണ്, ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതലെന്ന് ചോദിച്ചു. ഓർമ്മയുണ്ടായിരിക്കും. അപ്പൊ അവിടെ എഴുതിയ ഇക്വേഷൻ ഇവിടെ ഇതാണ്. അവിടെ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m എന്നാണ് പഠിച്ചത്. ഇവിടെ അത് എഴുതുമ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി തന്നെയാണ്. പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റ്, ഇവിടെ ഒരു എന്തായിട്ട് മാറും? ആംഗുലർ മൊമെന്റ് L² / 2. മാസ റൊട്ടേഷൻ എന്തായിട്ട് മാറും? മാസിന് എന്താ ഉപയോഗിക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ I.
അല്ലാതെ നിങ്ങൾ ഇക്വേഷൻ കാണാൻ പഠിക്കണ്ട. ഇത് നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. ഇത് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന് പകരം ഇവിടെ എന്ത് ഉപയോഗിക്കും? ആംഗുലാർ മൊമെന്റം. അതുകൊണ്ട് പിയുടെ സ്ഥാനത്ത് എല്ല് കൊടുത്തു. 2 മാറ്റമൊന്നുമില്ല. എം മാസ് പകരം എന്ത് ഉപയോഗിക്കും? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇനി പറഞ്ഞേ ഇവിടെ എന്താണ്? ഇത് ഈക്വൽ എന്നല്ല, ആംഗുലർ മൊമെന്റ് ഈക്വൽ എന്നല്ല പറയുന്നത്. അപ്പം ഇത് കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്. അപ്പം നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് ഏത് പ്രപ്പോർഷനാ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. എന്താണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞ ആൾക്ക് കൈനറ്റിക് എനർജി കൂടുതൽ. ആർക്കിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവ്? എക്ക് കൂടുതലല്ലേ, ബിക്ക് അല്ലേ കുറവ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് എന്താണ്? എ. മാസ് കുറഞ്ഞ ആളിനാണ് കൈനറ്റിക് എനർജി കൂടുതൽ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയടേ. എ സോളിഡ് സ്ഫിയർ ഈസ് റൊട്ടേറ്റിംഗ് എബൌട്ട് എ ഡയമീറ്റർ at an angular velocity omega. If it cools so that radius reduced to 1 by n of its original value, the angular velocity becomes. ആ ക്വസ്റ്റ്യൻ കൊണ്ടൊന്ന് മേടിക്കല് ഈസിയാണ്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോളിഡ് സ്ഫിയർ ആണ്, സോളിഡ് സ്ഫിയർ ആണ്, അത് റൊട്ടേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നു. ഇഫ് ഇറ്റ് ഈസ് കൂൾഡ്, നമ്മൾ അതിനെ കൂള് ചെയ്യിപ്പിക്കുന്നു. സോ ദാറ്റ് റേഡിയസ് റെഡ്യൂസ്ഡ്, റേഡിയസ് എന്തായി? റെഡ്യൂസ് എത്രയായി? 1 by n ഓഫ് ഒറിജിനൽ വാല്യൂ എത്രയാണ്? എൻ്റെ 1 by n ആയി. അങ്ങനെ ആംഗുലർ വെലോസിറ്റി എത്ര ആയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അപ്പോൾ അറിഞ്ഞിരുന്നതാണ് എന്ത് തന്നെ സംഭവിച്ചാലും ആംഗുലാർ അറിഞ്ഞിരിക്കേണ്ടത് ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 ω1 ഈക്വൽ ടു I2 ω2. ഇത് പറഞ്ഞു തന്നതാണ് ഒരിക്കൽ അല്ലേ? I1 ω1 ഈക്വൽ ടു I2 ω2. ലോ ഓഫ് കൺസ്ട്രക്ഷൻ ആംഗുലർ മൊമെന്റ്. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇത് വെച്ചാൽ പറയേണ്ടത്. ആദ്യം മൊമെന്റ് ഓഫ് ഇനർഷ്യ സോളിഡ് സ്ഫിയർ ആയതുകൊണ്ട് മാത്രം I1 ആദ്യം ഉണ്ടായിരുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഫോർമുല സോളിഡ് സ്ഫിയർ ആയതുകൊണ്ടാണ് 2/5 mr². ഞാൻ എല്ലാം പറഞ്ഞു തന്നത് 2/5 mr². എന്തുകൊണ്ടാ? സോളിഡ് സ്ഫിയർ, സിലിണ്ടർ അല്ല, സോളിഡ് സ്ഫിയർ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇത് ആദ്യം ഉണ്ടായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, ഇനി ആദ്യത്തെ ഒമേഗ എത്ര എന്ന് പറഞ്ഞു? ഒമേഗ എന്ന് പറഞ്ഞു. ആദ്യത്തെ ആംഗുലർ വെലോസിറ്റി എത്ര? ഒമേഗ. രണ്ടാമത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് രണ്ടാമത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറ്റി തന്നിട്ടുണ്ട്. എന്ത് പറയുന്നു? ഇപ്പോഴത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന റേഡിയസ് R1 എന്ന് പറയാം, ആണല്ലോ. R1 ആദ്യം 6 ആയിരുന്നു, ഉണ്ടോ? 6 എഴുതി, 6. ഇപ്പൊ R2 ആണ്. ഇപ്പൊ എത്രയെന്ന് പറഞ്ഞു? നേരത്തെ ഉള്ളതിന്റെ 1 by n. നേരത്തെ ഒറിജിനൽ വാല്യൂവിന്റെ എത്രയാണ്? 1 by n എന്ന് പറഞ്ഞ എത്ര? R by n. അപ്പൊ നോക്കിക്കേ, ഇപ്പോഴത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ചെയ്ത് 2/5 മാറ്റമില്ല. എം സ്ഫിയർ ആണ്, അതൊന്നും മാറുന്നില്ല. പക്ഷെ റേഡിയസ് മാറി. റേഡിയസ് എത്രയായി? ഇപ്പം R by n ആയി. ഇപ്പം R by n-ന്റെ സ്ക്വയർ. ഇപ്പോഴത്തെ റേഡിയസിന്റെ സ്ക്വയർ. നേരത്തെ 6 ആയിരുന്നു, R². ഇപ്പൊ എത്ര? R by n-ന്റെ സ്ക്വയർ. എന്ത് കാണണം? ആംഗുലർ വെലോസിറ്റി കാണണം. ഈ ഇക്വേഷൻ കൊടുത്തേടെ ആൻസർ ആയി. ഇവിടെ എന്ത് കിട്ടി? 2/5 mr² ഇൻറ്റു ω1 എത്ര? ഒമേഗ ഈക്വൽ ടു I2 എത്ര? ഇതാ നടക്കുന്നു 2/5 m². ഇവിടെ എന്ത് കിട്ടും? R². എൻ്റെ സ്ക്വയർ എത്ര? n². രണ്ടുപേർക്കും സ്ക്വയർ ഇൻറ്റു ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അറിയില്ല, കണ്ടുപിടിക്കണം. ω2 എന്ന് കൊടുത്തു. ω2 കണ്ടുപിടിക്കണം. രണ്ട് സൈഡും 2/5 ഉണ്ട്, കട്ട് ചെയ്. m ഉണ്ട്, കട്ട് ചെയ്. R² ഉണ്ട്, കട്ട് ചെയ്തു, ആണല്ലോ. ഇനി എന്താ ഇവിടെ ഉള്ളത്? ഒമേഗ. അപ്പൊ ബാക്കി ഇവിടെ എന്തുണ്ട്? ഒമേഗ ഈക്വൽ ടു, ഇനി ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ω2 ഡിവൈഡഡ് ബൈ എന്താണ്? n². ω2 അല്ലേ കാണേണ്ടത്? n² ഇങ്ങോട്ട് ക്രോസ് ചെയ്. അപ്പൊ എന്ത് കിട്ടി? ω2 ഈക്വൽ ടു n² ഒമേഗ. നോക്കിയടേ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയടേ. ഓപ്ഷൻ അല്ലാത്ത ഓപ്ഷൻ n² ഒമേഗ. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് റൊട്ടേഷൻ മോഷനിലെ എല്ലാ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇതിനകത്ത് പറഞ്ഞ ഡെറിവേഷൻസ് പഠിച്ചു പോയാൽ ബാക്കി ഒന്നുമില്ല. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും.